എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 184-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ആദൃനോതി ഹവിഷ്കൃതിം പ്രാഞ്ചം കൃണോത്യധ്വരം ഹോത്രാദേവേഷു ഗച്ഛതി. അതാണ് മന്ത്രം. അന്വയം: ആൽഹവികൃതീം സദസത്പദീ ഋധുനോതി തഥാവിധ ഫലസിദ്ധയേ അധ്വരം പ്രാഞ്ചം കൃണോതി ഹോത്രാദേവേഷു ഗച്ഛതി. ആൽ അനന്തരം ഹവികൃതി ഹവിസ്സു സമർപ്പിക്കുന്നതായിട്ടുള്ള യജമാനനെ ഋധുനോതി പോഷിപ്പിക്കുന്നു. ഹവിർദാനത്താൽ സന്തുഷ്ടരായ ദേവന്മാരുടെ അനുഗ്രഹമാണത്. അതായത് സൽബലത്തെ സിദ്ധിക്കുന്നു. അധ്വരം ഹിംസാരഹിതമായിട്ടുള്ള യജ്ഞം, ഉത്കർഷത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള യജ്ഞം. പ്രാഞ്ചം ഉത്തമ ഫലപ്രാപ്തിക്കായിട്ട് വിഘ്നം കൂടാതെ നടത്താൻ കൃണോതി സഹായിച്ചുകൊണ്ട് ആ യജ്ഞത്തെ പൂർത്തീകരിക്കപ്പെടുന്നു. ഹോത്ര യജ്ഞത്തിൽ ആഹ്വാനം ചെയ്യപ്പെട്ട ദേവതമാർ സന്തോഷിച്ച് യജമാനനെ പ്രഖ്യാപിക്കാനായിട്ട്, യജമാനനെ പ്രശംസിക്കാനായിട്ട് ദേവതാ മധ്യത്തിലേക്ക് പോകുന്നു. ദേവേഷു ഗച്ഛതി, ദേവതമാരുടെ ഇടയിലേക്ക് ചെല്ലുന്നു എന്നർത്ഥം. അർത്ഥം: യാഗത്തിൽ ഹവിസ്സു സമർപ്പിച്ച ശേഷം ഹവിർദാതാവായ യജമാനനെ സദസത്പതി എന്ന ദേവൻ എല്ലാവിധത്തിലും അനുഗ്രഹിച്ച് പുഷ്ടിപ്പെടുത്തുന്നു. സമ്പത്തിനാലും ജ്ഞാനത്തിനാലും ഇങ്ങനെയുള്ള മഹത്തായ യജ്ഞത്തിന്റെ സ്വാത്വികമായ ഫലപ്രാപ്തിക്കായി നിർവിഘ്നം യജ്ഞം പൂർത്തിയാക്കാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു. യജ്ഞത്തിൽ ആഹ്വാനം ചെയ്യപ്പെടുന്ന ദേവത ഹോതാവായ ഋത്വിക്ക് ഋഗ്വേദ മന്ത്രങ്ങളാൽ ദേവതമാരെ ആഹ്വാനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആഹ്വാനം ചെയ്യപ്പെടുന്ന ദേവത സന്തുഷ്ടയായിട്ട് യജമാനനെപ്പറ്റി നല്ലത് പറയാൻ, പ്രശംസിക്കാൻ ദേവന്മാരുടെ സഭയിലേക്ക് പോകുന്നു. സദസത്പതി എന്ന ദേവത യജ്ഞാഭിമാനിയായിട്ടുള്ള ദേവതയാണ്, യജ്ഞസ്വരൂപനുമാണ്. അതാണ് മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.